ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അതെ, ഞാൻ ഇന്ന് തൊട്ട് വീണ്ടും ജിമ്മിൽ പോയി തുടങ്ങുകയാണ്. ഒരുപാട് കാലമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യും, 1-2 മാസം പോയിട്ട് പിന്നെ നിർത്തും. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. എന്തായാലും ഇത്തവണയെങ്കിലും കുറച്ചധികം കാലം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഞാൻ പോകുന്നത് കോതമംഗലത്തുള്ള ജിംകോയിലാണ്. കുറെ കാലത്തിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇന്ന് അത്ര ഹെവി വർക്കൗട്ട്സ് ഒന്നും ചെയ്തില്ല. എന്നാലും ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഇന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ കുളിച്ച് റെഡിയായിട്ട് നേരെ പോകുന്നത് ഷോപ്പിലേക്കാണ്. ഇന്നും നമ്മൾ പോകുന്നത് പാലാ ഷോറൂമിലേക്കാണ്. ഒരുപാട് കാലത്തിന് ശേഷം വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്ന് വലിയ ടയർഡ്നെസ് ഒന്നുമില്ല. കുറച്ചധികം കാലമെങ്കിലും ഇതേ എനർജിയോടെ പോയാൽ മതിയായിരുന്നു. ഇനി എങ്ങാനും മടി പിടിച്ചാലും എനിക്ക് എന്നോട് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി തോന്നാനാണ് ഈ ജിമ്മിൽ പോകുന്നത് വീഡിയോയിൽ ആഡ് ചെയ്തത്. ഏതായാലും നേരെ പാലാ ഷോറൂമിലെത്തി പതിവ് പോലെ ഓഫീസിൽ കയറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തു വെച്ചു. ഇന്ന് നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ള ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കസ്റ്റമേഴ്സിൻ്റെ കൂടെ ഡിസ്പ്ലേയിൽ സ്പെൻഡ് ചെയ്തു. നമുക്ക് ടൈൽസും സാനിറ്ററി വെയറും ഒരുപോലെ ഉണ്ട് നമ്മുടെ എല്ലാ ഷോറൂംസിലും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ ഉച്ച വരെ സമയം പോയി. ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. സാധാരണ ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല, പക്ഷെ നിങ്ങൾക്ക് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിക്കാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇലക്ഷൻ കാലത്തെ ഏറ്റവും കൗതുകകരമായ ഫ്ലെക്സ് ആയിരിക്കും ആ നടുക്കിരിക്കുന്നത്. സ്വന്തം പേരിൽ തോൽപ്പിക്കുക എന്ന് ഫ്ലെക്സ് അടിച്ച് വെച്ചൊരു സ്ഥാനാർത്ഥി. ഏതായാലും ലഞ്ച് കഴിച്ച് തിരിച്ച് ഷോറൂമിലെത്തി കുറെ നേരം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കി ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക്. ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വാഴ 2. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീര സിനിമ. ഈ സിനിമ കാണുന്ന ഓരോ വ്യക്തിക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് മനസ്സിൽ കണക്ട് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. ഏതായാലും കുറെ കാലത്തിന് ശേഷം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ കണ്ട് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.